എന്റെ ചാനലിലേക്ക് ഒരുപാട് പേര് അവരുടെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ അയക്കാറുണ്ട്. കൂട്ടത്തിൽ ഒരാൾ അർജുൻ പങ്കുവച്ച ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് അർജുന്റെ ഒരു സുഹൃത്തിന് സംഭവിച്ചതാണ്. അയാൾ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് തിരിഞ്ഞുപോലും നോക്കാറില്ലെന്ന് അർജുൻ പറഞ്ഞു. അർജുന്റെ സുഹൃത്ത് രാഹുൽ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. ആളൊഴിഞ്ഞതും പഴയതുമായ സ്ഥലങ്ങൾ ക്യാമറയിൽ പകർത്താനായിരുന്നു രാഹുലിന് ഏറ്റവും ഇഷ്ടം. അങ്ങനെയിരിക്കെ രാഹുൽ ഒരു റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള ഒരു പഴയ ബംഗ്ലാവിനെപ്പറ്റി കേട്ടു. പ്രേതബാധയുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്ന ആ ബംഗ്ലാവ് രാഹുലിന് ഒരു അത്ഭുത ലോകമായിരുന്നു. അവിടെ പോയി കുറച്ച് ഫോട്ടോയെടുക്കാൻ രാഹുൽ തീരുമാനിച്ചു. രാഹുൽ അർജുനെയും കൂട്ടി അവിടേക്ക് യാത്ര തുടങ്ങി. ആ യാത്രയിൽ തന്നെ ഒരുതരം പേടി അർജുന് തോന്നിത്തുടങ്ങിയിരുന്നു. വഴി വിജനമായിരുന്നു. കാടിന് നടുവിലൂടെയുള്ള ആ യാത്ര അവരെ ആ പഴയ ബംഗ്ലാവിന് മുന്നിലെത്തിച്ചു. മനോഹരമായ ഒരു പഴയ കൊട്ടാരം പോലെയായിരുന്നു അത്. പക്ഷെ അതിന്റെ ഭംഗി മുഴുവൻ കാലം കവർന്നെടുത്തിരുന്നു. അവർ ആദ്യം ബംഗ്ലാവിന്റെ പുറത്തുനിന്ന് കുറച്ച് ചിത്രങ്ങളെടുത്തു. സമയം സന്ധ്യയോടടുത്തപ്പോൾ കാറ്റിൽ ഭീകരമായ എന്തോ ശബ്ദം കേട്ടു. രാഹുൽ ധൈര്യശാലിയായിരുന്നതുകൊണ്ട് അകത്തു കയറി കുറച്ച് ചിത്രങ്ങളെടുക്കാൻ തീരുമാനിച്ചു. ഒരുപാട് ശ്രമപ്പെട്ട് അവർ ബംഗ്ലാവിന്റെ വാതിൽ തുറന്നു. അകത്തേക്ക് കയറിയപ്പോൾ തണുത്ത ഒരു കാറ്റ് അവരെ തഴുകിപ്പോയി. എല്ലാ മുറികളിലും വെള്ളത്തുണികൊണ്ട് മൂടിയ കസേരകളും മേശകളുമുണ്ടായിരുന്നു. അവയെല്ലാം ഭീകരമായ കാഴ്ച നൽകി. സ്വീകരണമുറിയിൽ ഒരു പഴയ പിയാനോ കണ്ടപ്പോൾ രാഹുലിന്റെ കണ്ണുകൾ വിടർന്നു. രാഹുൽ ഒരു നല്ല പിയാനോ വാദകനായിരുന്നു. രാഹുൽ ആ പിയാനോയിൽ ഒരു സങ്കടമുള്ള പാട്ട് വായിക്കാൻ തുടങ്ങി. ആ പാട്ട് കേട്ട് ആ വീട് മുഴുവൻ നിശബ്ദമായി. അപ്പോളാണ് മുകളിലെ നിലയിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടത്. അർജുൻ പേടിച്ചു നിന്നുപോയെങ്കിലും രാഹുൽ മുകളിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ മരപ്പെട്ടി കിടക്കുന്നത് രാഹുൽ കണ്ടു. പഴയതും മനോഹരവുമായിരുന്നു ആ പെട്ടി. രാഹുൽ ഒരു ഹെയർപിൻ ഉപയോഗിച്ച് ആ പെട്ടി തുറന്നു. അതിനകത്ത് ഒരു പഴയ ഫോട്ടോയും ഒരു ചെറിയ വെള്ളി ലോക്കറ്റുമുണ്ടായിരുന്നു. ഫോട്ടോയിൽ ഒരു സ്ത്രീയായിരുന്നു. അവരുടെ കണ്ണുകളിൽ എന്തോ ഒരു ഭയം നിറഞ്ഞു നിന്നിരുന്നു. രാഹുൽ ആ ലോക്കറ്റ് എടുത്ത് അവന്റെ പോക്കറ്റിലിട്ടു. അന്ന് രാത്രി അവർ അവിടെത്തങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ അതായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അന്ന് രാത്രി അവർക്ക് പല ശബ്ദങ്ങളും കേട്ടു. ആരോ അവരെ നോക്കി നിൽക്കുന്നതുപോലെ അവർക്ക് തോന്നി. രാഹുൽ പലതവണ ആ ഫോട്ടോയിലുള്ള സ്ത്രീയെ കണ്ടു. പിറ്റേന്ന് രാവിലെ അവർ പേടിച്ച് വിറച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ രാഹുലിന്റെ ദുരിതങ്ങൾ അവിടെ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെത്തിയപ്പോൾ രാഹുലിന്റെ വീട്ടിൽ പല അസാധാരണ സംഭവങ്ങളും നടക്കാൻ തുടങ്ങി. ലൈറ്റുകൾ മിന്നുകയും സാധനങ്ങൾ തനിയെ നീങ്ങാനും തുടങ്ങി. രാഹുൽ രാത്രി ഉറങ്ങുമ്പോൾ ലോക്കറ്റ് എവിടെ വെച്ചാലും അതവന്റെ തലയിണയുടെ അടുത്തേക്ക് മാറിക്കിടന്നു. രാഹുലിന് വല്ലാത്ത സങ്കടം തോന്നിത്തുടങ്ങി. ആ ഫോട്ടോയിലെ സ്ത്രീ അവന്റെ സ്വപ്നങ്ങളിൽ വരാൻ തുടങ്ങി. അവർ കരഞ്ഞുകൊണ്ട് രാഹുലിനോട് പറഞ്ഞു, അവൻ എന്റേത് കവർന്നെടുത്തു. ലോക്കറ്റ് കാരണമാണ് സ്ത്രീ തന്നെ വേട്ടയാടുന്നതെന്ന് രാഹുലിന് മനസ്സിലായി. രാഹുൽ ലോക്കറ്റ് തിരികെ വയ്ക്കാൻ തീരുമാനിച്ചു. രാഹുൽ ആ ബംഗ്ലാവിലേക്ക് തിരികെ പോയപ്പോൾ ആ സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ രാഹുലിനെ പിന്തുടരുകയോ ദ്രോഹിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. അവർക്ക് ദേഷ്യമല്ല, പകരം വല്ലാത്ത സങ്കടമായിരുന്നു. ആ സ്ത്രീ മുറിയിലെ ഒരു ഭാഗത്തേക്ക് ചൂണ്ടി. അവിടെ തറയിൽ ഒരു ചെറിയ കത്തി കിടപ്പുണ്ടായിരുന്നു. രാഹുൽ അത് കയ്യിലെടുത്തപ്പോൾ സ്ത്രീയുടെ ദുരന്തകഥ അവന് മനസ്സിലായി. ആ സ്ത്രീയായിരുന്നില്ല യഥാർത്ഥ പ്രേതം. അവരെ കൊന്നത് അവരുടെ ഭർത്താവായിരുന്നു. ആ ലോക്കറ്റ് അവരുടെ കാമുകൻ അവർക്ക് കൊടുത്ത സമ്മാനമായിരുന്നു. ഭർത്താവ് തന്റെ കാമുകനെ കൊലപ്പെടുത്തിയതിൽ ദുഃഖിതയായ സ്ത്രീ ആ കത്തികൊണ്ട് ആത്മഹത്യ ചെയ്തു. ലോക്കറ്റ് കണ്ടെത്തി സത്യം പുറത്തുകൊണ്ടുവരാൻ വേണ്ടിയാണ് ആ സ്ത്രീ രാഹുലിനെ പിന്തുടർന്നത്. ഇതാണ് ആ കഥയിലെ ട്വിസ്റ്റ്. രാഹുൽ ആ ലോക്കറ്റ് എടുത്തത് കാരണമാണ് ഈ സത്യം പുറത്തുവന്നത്. ഇനി ഈ ദുരന്തത്തിന് രാഹുലും ഒരു ഭാഗമായി തീർന്നു. ഇതൊരു കഥ മാത്രമാണ്. ഇതുപോലുള്ള പേടിപ്പെടുത്തുന്ന കഥകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരുക. അടുത്ത വീഡിയോയിൽ അത് നമുക്ക് പറയാം.